പ്രിയമുള്ള പ്രേക്ഷകർ, ജ്യോതിഷത്തിൽ ഒരു യോഗം നന്നായി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. ആ യോഗത്തിന് നാം നിപുണയോഗമെന്ന് പറയുന്നു. ഈ യോഗമുണ്ടാക്കുന്ന ദിഗ്രഹ യോഗം, ഈ ദിഗ്രഹങ്ങൾ സൂര്യനും ബുധനുമാകുന്നു. സൂര്യനും ബുധനും കൂടി ഒന്നിച്ച് യോഗം ചെയ്യുമ്പോൾ ബുധേന നിപുണം ധീകീർത്തി സൗഖ്യാനിതം എന്നാണ് ആ യോഗത്തിൻ്റെ അർത്ഥം. ബുധേന നിപുണം സാമർഥ്യം പ്രകടിപ്പിക്കുന്നു, അതാണ് നൈപുണ്യം. ധീകീർത്തി സൗഖ്യാനിതം, അതിലൂടെ ബുദ്ധിയും കീർത്തിയും പ്രശസ്തിയും ഉണ്ടാകുന്നു, ധനവും ഉണ്ടാകുന്നു എന്ന് സാരം. ഈ നിപുണയോഗം മേടം മുതൽ 12 രാശിക്കാർക്ക് എപ്രകാരമാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. നിങ്ങൾ മനസ്സിലാക്കണം, ഈ യോഗം ഫെബ്രുവരി 12 വരെ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എപ്രകാരമാണെന്ന് നിങ്ങൾ വിലയിരുത്തണം, അതിനുവേണ്ടി പ്രയത്നിക്കണം. ഉത്സാഹി ലഭതേ കാര്യമെന്നാണ്. ഉത്സാഹിയാണ് കാര്യങ്ങൾ നേടുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ജ്യോതിഷത്തിൽ ബുധൻ പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഗ്രഹമാണ്. ബുധ പലതസ്തു സർവ്വത, ഏത് സമയത്തും ബുധൻ ഫലം ചെയ്യും. അതെപ്രകാരമാണെന്ന് നമുക്ക് 12 രാശിക്കാരനും നമുക്ക് ചിന്തിക്കാം. ആദ്യമായി മേടം രാശി. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടം രാശിക്കാർക്ക് ഈ ഒരു നിപുണയോഗം വളരെ ഗുണകരമാണ്. കാരണം 10ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു. സൂര്യൻ 10ൽ നിൽക്കുമ്പോൾ എല്ലാ മഹത് കാര്യങ്ങളും സാധിക്കുവാനുള്ള ഒരു ബുദ്ധിയും എനർജിയും ഉത്സാഹവും കൈവരുമെന്നാണ്. അതിനെ ഒന്നും കൂടെ നിപുണയോഗം ചെയ്ത് അതിനെ ദ്യോതിപ്പിക്കും, ഫലപ്രാപ്തിയിലെത്തിക്കും നമ്മുടെ ബുധൻ. അതാണ് ഈ ഒരു ഫലത്തിൻ്റെ ഏറ്റവും നല്ല ഗുണം അനുഭവിക്കുന്നത് മേടം രാശിക്കാർക്കായിരിക്കും. അവിടെ ബുധൻ സഹായപതിയാണ്. കർമ്മമേഖലയിൽ പുതിയ സഹായികളെ ലഭിക്കുക, അല്ലെങ്കിൽ തൻ്റെ കർമ്മമേഖലയിൽ തൻ്റെ സഹോദരങ്ങൾ ഉണ്ടാവുക. സഹോദരങ്ങൾ സഹായികളെ കൊണ്ട് തനിക്ക് ഗുണം ലഭിക്കും. അപ്പോൾ സാമ്പത്തികമായും അല്ലെങ്കിൽ യാത്രയ്ക്കൊക്കെ തന്നെ പലപ്പോഴും നാം പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതങ്ങളായ കരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും, മുട്ടുവൻ തുറക്കപ്പെടുമെന്നാണ്. അതിനാൽ മേടൻ രാശിക്കാർ വളരെ ആവേശത്തോടു കൂടി ശ്രദ്ധിക്കണം. വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയം ഇതാ അവർക്ക് സംജാതമാകുന്നു. ഫെബ്രുവരി 12 വരെ ശ്രദ്ധിച്ചാൽ പല കാര്യങ്ങളിലും കർമ്മമേഖലയിൽ ഒരു പുത്തൻ ഉണർവ് സംജാതമാകാൻ ഈ ഒരു നിപുണയോഗം അവർക്ക് വളരെയധികം സഹകരണങ്ങൾ മേടൻ രാശിക്കാർക്ക് സൂര്യൻ്റെയും ബുധൻ്റെയും ദിഗ്രഹ യോഗത്തിലൂടെ ലഭിക്കുന്നതാണ്. അടുത്തതായി ഇടവൻ രാശിക്കാർക്ക് ഈ ബുധ സൂര്യയോഗം നിപുണയോഗം എപ്രകാരമാണെന്ന് നമുക്ക് ചിന്തിക്കാം. ഇടവൻ രാശി എന്നാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. ഈ ഒരു യോഗം വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. 9ാം ഭാവത്തിൽ സൂര്യനും ബുധനും കൂടി ഒന്നിച്ച് നിൽക്കുന്നു. 9ൽ സൂര്യൻ മാത്രം നിൽക്കുകയാണെങ്കിൽ അത് പിതാവിനും സഹോദരങ്ങൾക്കും വളരെയധികം ദോഷങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ്. പക്ഷേ അവിടെ ബുധനും കൂടി വരുന്ന സമയത്ത് ആ ദോഷത്തെ ഒന്നും കൂടി ലഘൂകരിക്കുവാൻ ഈ ഒരു യോഗം സഹായകരമാകുന്നതാണ്. ബുധേധർമ്മകേ ധർമ്മശീല അതിഥീമാൻ ഭവേ ദീക്ഷിത സ്വർദുനി സ്നാതക. ഗംഗയിൽ പോയി കുളിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തീർത്ഥസ്ഥലങ്ങൾ, ദൈവികമായ വിഷയങ്ങളോട് വളരെയധികം താല്പര്യം കാണിക്കാൻ ഈ നിപുണയോഗം നമ്മളെ സഹായിക്കുന്നു. കർമ്മമേഖലയിൽ തനിക്ക് വളരെയധികം പ്രശസ്തി ഉണ്ടാക്കും. 9ാം ഭാവത്തിലെ സൂര്യൻ ക്രിയാതുംഗതാം, ക്രിയയിൽ ജോലിയിൽ മുഴുകി തുംഗതാം ഉയർന്നൊരവസ്ഥയെ പ്രാപിക്കുവാൻ സഹായിക്കും ഈ ഒരു നിപുണ യോഗം. ധാരാളം തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുക. മനസ്സ് തീർത്ഥാടനത്തിന് വെമ്പി നടക്കുന്ന ഒരു സമയമായിരിക്കാം. അതിനാൽ പല വിഷയങ്ങളിലും ഫാമിലി ലൈഫിനേക്കാളും ആത്മീയമായ വിഷയങ്ങൾക്കൊരു പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയാൽ അത് വളരെയധികം സഹായകരമാക്കും ഇടവം രാശിക്കാർക്കെന്ന് സാരം. പുതിയ സാമ്പത്തിക സ്രോതസ്സ് തൻ്റെ മുന്നിൽ തെളിയും. സന്താനങ്ങൾക്ക് വളരെ അനുകൂലമാണ്. സഹായികളെ കൊണ്ട് ഗുണം വരും. സഹായികളെ തനിക്ക് തിരിച്ച് സഹായിക്കുവാനും ഇടവൻ രാശിക്കാർക്ക് ഈ ഒരു 12ാം തീയതി വരെയുള്ള സമയം അനുകൂലമാണ്. ധീരമായി മുന്നിട്ടിറങ്ങുക. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മിഥുനൻ രാശിക്കാരുടെ ഈ ഒരു നിപുണയോഗവും ശുഭാശുഭ ഫലങ്ങളുമാണ്. മിഥുനൻ രാശി എന്നാൽ മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ പലപ്പോഴും ശ്രദ്ധിക്കണം, ഈ നിപുണയോഗം നമുക്ക് അന്യദേശത്ത് പോയി പേരും പ്രശസ്തി ഉണ്ടാക്കാം. വീട് വിട്ട് സഞ്ചരിക്കാൻ നല്ലതാണ്. സ്വന്തം നാട് വിട്ട് ദൂരദേശത്ത് സഞ്ചരിക്കുക, അതിലൂടെ പേരും പ്രശസ്തിയും ഉണ്ടാക്കാം. കാരണം 8ാം ഭാവത്തിൽ ബുധൻ വരുമ്പോൾ അപ്രകാരമാണ്. ശതഞ്ജീവിനോ രന്ധ്രകേ രാജപുത്രേ ഭവന്തീഹ ദേശാന്തരേ വിസുദാഹ. അന്യദേശത്ത് പേരും പ്രശസ്തിയും ഉണ്ടാക്കാം, ആയുസ് കൂടും,
ഇവിടെ മിഥുനൻ രാശിയുടെ അധിപനായ ബുധൻ അഷ്ടമത്തിൽ വരുമ്പോൾ ആയുസ്സിന് പ്രശ്നമില്ല. തനിക്ക് രാജാവ് ചില അധികാരികളുടെ മുമ്പിൽ അധികാരം ലഭിക്കും, അംഗീകാരം ലഭിക്കും. യുവതി ഉത്സവം പല യുവതികളുമായി സ്ത്രീജനങ്ങളുമായി സംസർഗമുണ്ടാകും. അതിലൂടെ തനിക്ക് പലപ്പോഴും മെറ്റീരിയലായ ഒരു സുഖങ്ങളൊക്കെ ലഭിക്കും. പക്ഷെ ശ്രദ്ധിക്കണം, അഷ്ടമം അത്ര ശുഭഭാവമല്ല. 8ൽ ഏത് ഗ്രഹം വന്നാലും വളരെ മോശമായ ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ബുധന് മാത്രമേ അഷ്ടമത്തിൽ നല്ല ഫലം പറഞ്ഞിട്ടുള്ളൂ. വിശ്രുത ഗുണാഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. നല്ല ഗുണങ്ങളാൽ താൻ അംഗീകരിക്കപ്പെടുമെന്നൊരു നല്ല ഫലം അവിടെ അടിവരയിട്ടിട്ടുണ്ട്. എങ്കിലും 8ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് പലപ്പോഴും അത്ര ശുഭമല്ല. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, സ്ത്രീ വിഷയത്തിൽ ഏർപ്പെടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. 8ൽ സൂര്യൻ വന്നാൽ അത്ര നല്ല ഫലമല്ല. ക്രിയാലംബസ്ഥ അഷ്ടമേ കഷ്ടഭാഗി വിദേശീയതരൻ ഭജൻ വാപ്യവസ്തു. 8ൽ സൂര്യൻ നിൽക്കുകയാണെങ്കിൽ എടുത്തു ചാടി സ്ത്രീ വിഷയത്തിലൊക്കെ പോയി പെട്ട് താൻ ആഗ്രഹിക്കാൻ പാടില്ലാത്തത് ആഗ്രഹിക്കും. അതിലൂടെ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിനാൽ പരിചയമില്ലാത്ത സ്ത്രീകളുമായി ബന്ധപ്പെടുമ്പോഴും അവരുമായി ശാരീരികമായ ബന്ധത്തിലൊക്കെ ഏർപ്പെടുമ്പോഴും ആ ബുധൻ പലപ്പോഴും സ്കിൻ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാക്കാം. ബുധൻ ത്വക്ക് രോഗത്തിൻ്റെ ആളാണ്. അതിനാൽ യുവതികളുമായി രമിക്കാം, പക്ഷേ ആവശ്യമുള്ള രീതിയിൽ വളരെയധികം ശ്രദ്ധിക്കാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഇന്ന് ലോകത്തിൽ മാരകമായ പല ലൈംഗിക രോഗങ്ങളുമുള്ള സമയമാണ്. വളരെയധികം ശ്രദ്ധിക്കുക. അതിലൂടെ ശരീരത്തിന് താൽക്കാലിക സുഖം മാത്രമേ ലഭിക്കുകയുള്ളൂ. ശാശ്വതമായ സമാധാനം ശാരീരികമായി ലഭിക്കുകയില്ല. സ്കിൻ പ്രോബ്ലംസ്, ലൈംഗിക രോഗങ്ങളെ ശ്രദ്ധിക്കണം. ഇവിടെ നിർബന്ധമായും ബുധന് പരിഹാരം ചെയ്യണം. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നരസിംഹ ക്ഷേത്രത്തിൽ പാനകം, തുളസിമാല ഭാഗ്യാർത്ഥന പരിഹാരമായി ചെയ്യുക. എന്നിട്ട് ദോഷങ്ങളെ നിങ്ങൾ മാറ്റണം. ശിവന് ഇഷ്ടപ്പെട്ട കൂവളമാല ജലധാര വഴിപാടായി ചെയ്യണം. അനാവശ്യമായി ജനങ്ങളുമായി തർക്കത്തിലേർപ്പെടും. അതിനാൽ വളരെ ശ്രദ്ധിക്കുക. ജനങ്ങളുമായും പോലീസുമായും കോടതിയുമായും ബന്ധപ്പെടേണ്ടുന്ന വാരമാണ്. അത് പലപ്പോഴും ഫെബ്രുവരി 12 വരെ നമുക്ക് അനുകൂലമായിരിക്കില്ല എന്ന് പ്രത്യേകം ഞാൻ പറയുന്നു. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. രേഖ നഷ്ടപ്പെടുക, രേഖ ഉപേക്ഷിക്കപ്പെടുക, രേഖ മറന്നു പോവുക, തൻ്റെ വിലപ്പെട്ട ഡോക്യുമെൻറ്റ്സ് അവിടെയും ഇവിടെയുമായി ബുദ്ധിമുട്ടുക. പൂർവികമായ സ്വത്ത് നമുക്ക് വിൽക്കാം. അവിടെയും യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ ഒരു രേഖ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അതിൽ ചതിക്കപ്പെടും. ഭൂമി വിൽക്കുന്നുണ്ടെങ്കിൽ വളരെ അർഹമായ വലിയൊരു ശതമാനം കാശ് അഡ്വാൻസായി വാങ്ങുക, എന്നിട്ട് മാത്രം രേഖ എഴുതുക. അല്ലെങ്കിൽ 1 കോടി മൂല്യമുള്ള പ്രോപ്പർട്ടിക്ക് 500 രൂപ അച്ചാരം വാങ്ങുന്ന പല പരിപാടികളുമുണ്ട് പഴയ കാലത്ത് ബ്രോക്കർമാരുടെ. അതിൽ വീടരുത്. ബ്രോക്കർമാർ നിങ്ങളുടെ സഹായികളാകില്ല. ഫെബ്രുവരി 12 വരെ മിഥുനം രാശിക്കാർക്ക് ശ്രദ്ധിച്ച് നീങ്ങുക. നമസ്തേ.